ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിന് വേണ്ട വചനങ്ങൾ ഈ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മേ നീ ഞങ്ങൾക്കൊന്ന് വെളിവാക്കി തരണമേ, കാണിച്ചു തരണമേ. ആ വചനത്തിലൂടെ സഞ്ചരിക്കാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെടാം, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. വചനം ഇപ്രകാരം പറയുന്നു. 1 കൊറിന്ത്യൻസ് 2:9-10 വചനങ്ങൾ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ദൈവം നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. നമ്മുടെ ബൈബിളിൽ നമ്മൾ തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ അനേക വാഗ്ദാനങ്ങൾ, അനുഗ്രഹ വചനങ്ങൾ, ദൈവത്തിൻ്റെ ഒത്തിരി വാഗ്ദാനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്. ശരിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രാഹത്തേക്ക് വിളിക്കുമ്പോഴത്തേക്ക് പറയുന്നത് നീ ഒരു അനുഗ്രഹമായിരിക്കും, നിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ അപ്പക്കുട്ടയിലെ മാവ് കുറയത്തില്ല, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല, നീ ഇനി രോഗത്തിന് അടിമയല്ല, നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കൃഷിഭൂമി അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 8000-ലധികം വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നിനക്ക് ഇങ്ങനെ തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകപ്പെട്ട് ഒത്തിരിയേറെ അനുഗ്രഹ വചനങ്ങൾ ഈ ബൈബിളിനകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഇതനുസരിച്ചാണോ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്? നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അനുസരിച്ചാണോ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്? ഞാനൊരു അനുഗ്രഹമായി മാറുന്നുണ്ടോ? ഇനി നിൻ്റെ അപ്പക്കുട്ടയിൽ മാവ് കുറയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറി നിൽക്കുന്നുണ്ടോ? ഇനി നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല എന്ന് പറയുമ്പോൾ നിനക്ക് സമ്പത്ത് സുഭിക്ഷമായിട്ട് നിനക്ക് മിച്ചം വരുന്നുണ്ടോ? നീ അനേകർക്ക് കടം കൊടുക്കും, നമുക്ക് കടം വീട്ടിയിട്ട് നമുക്ക് വേറെ സമയം കിട്ടുന്നില്ല. ഇനി നീ രോഗിയായിരിക്കത്തില്ല. എന്തുമാത്രം രോഗങ്ങളും ദുരിതങ്ങളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഈ അനുഗ്രഹങ്ങൾ? ഇതെന്തുകൊണ്ടാണ് നമുക്കിത് അനുഭവിക്കാൻ പറ്റാത്തത്? അതായത് വചനം വ്യക്തമായിട്ട് പറയുന്നത് എഴുതപ്പെട്ടിരിക്കുന്നത്, ഇറ്റ് ഹാസ് റിട്ടൺ ഇൻ ദ ബൈബിൾ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഇന്ന കാര്യങ്ങൾ നിനക്ക് ഞാൻ തരാം, ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ഇൻ ദ ബൈബിൾ. പക്ഷെ എന്തേ? തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ, ഇതെന്തുകൊണ്ട് നമുക്ക് അനുഭവമാകുന്നില്ല? അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് പറ്റുന്നില്ല, ചെവി കൊണ്ട് മനസ്സിലാക്കാൻ, കേൾക്കാനായിട്ട് പറ്റുന്നില്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല, സാധിക്കുന്നില്ല. ഈ മുമ്പിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ടേബിൾ നിറച്ച് നല്ല വിഭവസമൃദ്ധമായ ഫുഡ് കാര്യങ്ങളൊക്കെ പാചകം ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കെടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. എന്തായിരിക്കും അവസ്ഥ? എനിക്കതൊന്ന് കഴിക്കാൻ പറ്റുന്നില്ല. ഓരോ സാധനം എടുക്കുമ്പോൾ ഇത് കൊളസ്ട്രോൾ കൂട്ടുവോ, ഷുഗർ കൂട്ടുവോ, പ്രഷർ കൂട്ടുവോ? എനിക്ക് പറ്റുന്നില്ല ഈ സാധനം. എന്താ നമുക്കൊരു വലിയൊരു വിപത്ത് സംഭവിക്കുന്നത്? ഈ വചനത്തെക്കുറിച്ച് ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ കർത്താവ് സൂചിപ്പിച്ചത് പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. ഒന്നാമതായിട്ട്, അടിസ്ഥാനമായിട്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഒരു വ്യക്തി അവൻ്റെ ശരീരത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുക എന്നുള്ളതാണ്. എന്താണ് അവൻ്റെ ശരീരം, എങ്ങനെയൊക്കെയാണ് ആ ശരീരം മാറുന്നത്, അതിൻ്റെ ഹോർമോൺ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ഘട്ടത്തിൽ അവൻ്റെ വികാരങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറുന്നത്, അവൻ്റെ ശരീരത്തിന് എന്ത് ആഹാരമാണ് ആവശ്യം, അവൻ്റെ ശരീരത്തിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലൊക്കെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബയോളജിയൊക്കെ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു 20% ആൾക്കാരേ ഉള്ളൂ ബയോളജി സയൻസ് ഒക്കെ എടുക്കുന്നത്. ആ 20% ആൾക്കാരിൽ നിന്ന് ഒരു 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ സ്പെഷ്യലൈസ് ചെയ്ത് ഈ ബയോളജി ഡിഗ്രി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അതിലൊരു 1% ആൾക്കാർ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തെക്കുറിച്ച് പഠിച്ച് ഡോക്ടേഴ്സായിട്ട് പുറത്തിറങ്ങുന്നത്. ഈ 1% ആൾക്കാർ 99% പറയും ഇത് നിനക്ക് ഇങ്ങനെയാണ്,
ഈ 99% ആൾക്കാരും അത് കണ്ണും അടച്ച് നമ്മളത് വിശ്വസിക്കും ഇങ്ങനെയാണ്. കാരണം ബാക്കി 99% ആൾക്കാർക്കും സ്വന്തം ശരീരത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഇനി അർഹിക്കപ്പെടാത്ത സുഖങ്ങൾ, ആഹാരങ്ങൾ ആ ശരീരത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇതിൻ്റെ 70 ഇരട്ടി സഹിക്കാതെ ഈ ലോകം വിട്ട് നമ്മൾ എടുക്കുമെന്ന് കരുതണ്ട. എടുക്കില്ല. അത് രോഗമായിട്ടായിരിക്കാം തിരിച്ച് ശപിക്കുന്നത്. ഇനി നിന്റെ ശരീരത്തിന്, എൻ്റെ ശരീരത്തിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് അതിന് കൊടുക്കാവുന്നത്, എന്തൊക്കെയാണ് ആ ശരീരത്തിൽ ചെയ്യാവുന്നത്, എന്തൊക്കെ ചെയ്യരുത്, ഇന്നത് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, ഇന്ന ചെയ്താൽ എന്തൊക്കെ പ്രശ്നമാണ്, ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ഇൻ ദ ബൈബിൾ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ഇൻ ദ ബൈബിൾ. നിന്റെ ശരീരത്തിന് എന്തൊക്കെ കഴിക്കാം, ഇത് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ കൊടുക്കണം, അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും വായിക്കാതെ, ഇതൊന്നും ഗ്രഹിക്കാതെ എന്തൊക്കെയോ കഴിച്ച് എന്തൊക്കെയോ ജീവിച്ചൊക്കെ പോകുന്നു. ആ സ്വന്തം ശരീരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതകാലത്തിൻ്റെ ഭൂരിഭാഗ സമയവും നമ്മുടെ ഭൂരിഭാഗ സമ്പാദ്യവും ഹോസ്പിറ്റലിലെ ഡംപ് ബോക്സിൽ കൊണ്ട് ഇടേണ്ട അവസ്ഥയാണ്. ഈ ഒരു കഴിഞ്ഞ ഡെക്കേഡൊക്കെ ആണല്ലോ, ഒരു രണ്ട് ഡെക്കേഡായിട്ടാണല്ലോ ഇതുപോലെ രോഗങ്ങൾ, ദുരിതങ്ങൾ, എന്തുമാത്രം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഓരോ ദിവസവും ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആരോഗ്യത്തെക്കുറിച്ചോ നമ്മുടെ ശരീരത്തെക്കുറിച്ചോ വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല. ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ഇൻ ദ ബൈബിൾ. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അത് നമ്മൾ പഠിച്ച്, അത് നമ്മളത് നമ്മുടെ ശരീരത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ചില ശീലങ്ങൾ ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് തൻ്റെ ശരീരം എന്താണ്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി രണ്ടാമതൊരു വ്യക്തി മനസ്സിലാക്കിയിരിക്കേണ്ടത് അവൻ്റെ പ്രകൃതിയെക്കുറിച്ച്, അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. പ്രകൃതിയുടെ മാറ്റങ്ങൾ എങ്ങനെയാണ്, പ്രകൃതിയുടെ ചലനങ്ങൾ എങ്ങനെയാണ്, പ്രകൃതിയുടെ സമയം എങ്ങനെയാണ്, അതെപ്പോഴാണ് ഉറങ്ങുന്നത്, പ്രകൃതി എപ്പോഴാണ് ഉണരുന്നത്, പ്രകൃതി കാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാലാവസ്ഥയാണ് മാറുന്നത്, അതനുസരിച്ച് എൻ്റെ ശരീരത്തെ എനിക്ക് എങ്ങനെയൊക്കെ പ്രിക്കോഷൻസ് എനിക്ക് എടുക്കാൻ പറ്റും, നാച്ചുറൽ കലാമിറ്റീസിനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. എൻ്റെ ചുറ്റുപാടിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടാവണം. കാരണം ഫ്രാൻസിസ് പാപ്പയൊക്കെ ഏറ്റവും വിഷമിച്ചത്, പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ശരീരം, മനസ്സ്, ആത്മാവ് മാത്രമല്ല അവന് മണ്ണും കൂടി അവൻ്റെയാണെന്നാണ് പറയുന്നത്. കാരണം അതിൽ നിന്നാണ് വന്നേക്കുന്നത്, അതിലേക്കാണ് പോകേണ്ടത്. ആ മണ്ണിനെ പോലും ഭവ്യമായിട്ട് കാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം അത് എൻ്റെ ഒരു ബോഡി പാർട്ട് തന്നെയാണ് മണ്ണും. വെളിച്ചം കിട്ടിയവരാരും ആ മണ്ണിൽ ചെരുപ്പിട്ട് ചവിട്ടത്തില്ല. കാരണം അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. അസീസിയിലെ ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു വെച്ചു, എൻ്റെ ശ്വാസകോശത്തിൻ്റെ പകുതി എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മരമാണ്. അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാവണം. പ്രകൃതിയെപ്പോലെ സ്നേഹിച്ച ഒരു മഹാവിശുദ്ധൻ, രണ്ടാം ക്രിസ്തു വന്ന് റീബിൽഡ് ദ ചർച്ച് എന്നും പറഞ്ഞ് വന്ന വിശുദ്ധൻ. പ്രകൃതിയെ ഇതുപോലെ സ്നേഹിച്ച വേറൊരു വിശുദ്ധനില്ല. ഫ്രാൻസിസ് പാപ്പയുടെയൊക്കെ ഉള്ളിലെ ഏറ്റവും വലിയ ദുഃഖം ഈ പ്രകൃതിയിലെ മാലിന്യത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മളൊക്കെ നന്നായിട്ട് അതിൻ്റെയൊക്കെ എന്താ പറയണത്, പ്രത്യാഘാതങ്ങൾ, പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യത്തിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുക. ചില ദേശത്തൊക്കെ ഈ പുക കാരണം നമുക്ക് ഫ്രണ്ടിലെ വണ്ടി പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു പ്രകൃതിയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഒരു മനുഷ്യനുണ്ടാവണം. ഓരോ കാലാവസ്ഥ മാറുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, പനി, കാര്യങ്ങൾ, അത് ആ കാലാവസ്ഥയുമായിട്ട് നമ്മളെ ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാനാണ്. അതിനെന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാവണം. ഇറ്റ് ഹാസ് ടു ബി ഓൾസോ റിട്ടൺ ഇൻ ദ ബൈബിൾ. അതും ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയാണ് സൃഷ്ടിച്ചത്. പിന്നെ ബാക്കി ജീവജാലങ്ങളും ഈ വൃക്ഷലതാദികൾ കംപ്ലീറ്റ് സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നത്. ഇതെല്ലാം സൃഷ്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നത്. എന്നുവെച്ചാൽ മനുഷ്യനെ ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയല്ല. കാരണം ഇതെല്ലാം ഉണ്ടെങ്കിലേ അവന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് യേശു ഉദ്ധാനം ചെയ്ത് പോകുമ്പോൾ പറയാം, ഞാൻ ചെന്നിട്ട് വാസസ്ഥലം നിങ്ങൾക്ക് ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അതുപോലെ ദൈവം ഒരു വാസസ്ഥലം, കാര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടാണ് നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാനാ? അവിടെ എങ്ങനെ നമ്മൾ ജീവിക്കും? ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും? ഒരു ഫ്ലഡ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യും? എങ്ങനെ മുൻകരുതലെടുക്കും? ഇനി മൂന്നാമത് ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട, എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്താണ് ജീവിക്കുന്നത്.
ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ വ്യക്തമായിട്ടൊരു മനുഷ്യൻ പഠിച്ചിരിക്കും. അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞത് ദൈവത്തിന് സീസറിന് കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? നിയമങ്ങൾ, കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ്. ട്രാഫിക് റൂൾസ് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്ത് പാലിക്കാൻ വേണ്ടിയാണ്, അത് വയലേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഡൻസി ഉണ്ട് ഈ റൂൾസിനെ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ എൻ്റെ ഓണർ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന റൂൾസ് അനുസരിച്ച് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ റൂൾസ് പാലിക്കാൻ ഞാൻ ബാധകനാണ്. എനിക്കത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ പിന്നെ റൂൾസ് ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട, നമ്മുടെയൊക്കെ ഇവിടെ നടക്കുന്ന വാഹന അപകടങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. ഒരു 100-ൽ 99.9% വയലേറ്റിംഗ് ദ ട്രാഫിക് റൂൾസ് അതുകൊണ്ടുണ്ടാവുന്ന. സ്പീഡ് ലിമിറ്റ് വയലേറ്റ് ചെയ്യുന്നു, സിഗ്നൽ വയലേറ്റ് ചെയ്യുന്നു, റൂൾസ് കാര്യങ്ങൾ നമ്മൾ പാലിക്കാറില്ല. ഇനി ഒരു റൂൾസ് നമ്മൾ നിയമത്തിൻ്റെ ലംഘനം പാപമാണ്. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി റിട്ടൻ ഇൻ ദ ബൈബിൾ. നിയമത്തിൻ്റെ ലംഘനം പാപമാണ്. നമ്മൾ മനഃപൂർവ്വം ഒരു റൂൾസ് തെറ്റിച്ചു. അങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ജീവിതകാലം മുഴുവൻ ഒരു സാധനം നമ്മളിങ്ങനെ വേട്ടയാടപ്പെടും. പിടിക്കപ്പെടുമോ ആ കുറ്റബോധത്തിൽ നമ്മൾ നടക്കേണ്ടി വരും. അത് ഏറ്റവും വലിയ നിയമത്തിൻ്റെ ആ ലംഘനം പാപമാണ്. അതിൻ്റെ ആ ഒരു കുറ്റബോധം നമ്മൾ ജീവിതകാലം മുഴുവൻ പേറേണ്ടി വരും. എപ്പോഴും നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് ആയിരിക്കും. ഇനി കർത്താവിൻ്റെ നിയമം നമ്മൾ പാലിക്കുന്നുണ്ടോ? നിന്റെ ദൈവത്തെ എല്ലാറ്റിനുപരി നീ സ്നേഹിക്കുക, ആരാധിക്കുന്നു പറഞ്ഞാൽ എവിടെ സ്നേഹിക്കുന്നു, എവിടെ ആരാധിക്കുന്നു? നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുക, എവിടെ സ്നേഹിക്കുന്നു നമ്മൾ? ഈ സകല കൽപ്പനകളും നിയമങ്ങളും കർത്താവ് കൂട്ടി 2 വാക്കിൽ എഴുതി വെച്ചു. നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുക, അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹം എന്നൊരു വാക്കിൽ കൊണ്ട് ആ സകല നിയമങ്ങളും കർത്താവ് കൂട്ടിയിണക്കി വെച്ചു. ആ സ്നേഹം നമ്മൾ പാലിക്കുന്നുണ്ടോ? നമ്മുടെ അയൽക്കാരനെ നമ്മളെപ്പോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് പറ്റുന്നുണ്ടോ? അത് ദൈവത്തിൻ്റെ നിയമം പോലും പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബാക്കി നിയമങ്ങൾ പാലിക്കുന്നത്? എൻ്റെ നമ്മുടെ ഒരു വീട്ടിലൊരു സിസ്റ്റം ഉണ്ട്, വീട്ടിലൊരു നിയമമുണ്ട്. മാതാപിതാക്കൾ ഒക്കെ, മക്കൾ, ഇവരൊക്കെ തമ്മിൽ ഓരോ നിയമങ്ങളുണ്ട്. ശരിക്കും അത് അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ ആ നിയമങ്ങളെ പാലിക്കപ്പെട്ട് പോകേണ്ടതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പം പറയുന്ന ഒരു കാര്യം നമുക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുകളിലിരിക്കുന്ന അപ്പം പറയുന്ന കാര്യം നമ്മൾ എങ്ങനെ അനുസരിക്കും? കർത്താവ് പറഞ്ഞല്ലോ, ഭൂമിയിൽ ഞാൻ നിനക്ക് യജമാനെ തരുന്നു, എന്നെപ്പോലെ തന്നെ നീ അവനെയും കാണാവുള്ളൂ. അത് ഭൂമിയിൽ നിൻ്റെ യജമാനാണ്. എൻ്റെ ഓണറിനെ എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ കമ്പനിയുടെ എൻ്റെ സിഇഒയെ എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ മുകളിലിരിക്കുന്ന ദൈവത്തെ എങ്ങനെ അനുസരിക്കും? ഇനി സഭയെ അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ സഭയിലെ ഒരു അംഗം എന്ന് പറയാൻ എന്താ എനിക്ക് യോഗ്യത? ഇനി സഭ കൽപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ലംഘിച്ചാൽ, അല്ല സഭ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മൾ ലംഘിച്ചാൽ അത് ഞാൻ പാപത്തിലേക്ക് വീഴുമല്ലേ? നിയമത്തിൻ്റെ ലംഘനമല്ലേ അത്? ഒരു കൽപ്പന നമ്മൾ ലംഘിക്കുമ്പോൾ. അപ്പോൾ നമ്മളൊരു സഭയിലായിരിക്കുമ്പോൾ സഭയുടെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവണം. അല്ലെങ്കിൽ പിന്നെ സഭയിൽ അംഗമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ക്രൈസ്തവനാണെങ്കിൽ ക്രൈസ്തവ നിയമങ്ങൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച്, നിയമ പരിരക്ഷയെക്കുറിച്ച്, നിയമം എന്തൊക്കെയാണ് നമുക്ക് പരിരക്ഷ നൽകുന്നത്, അത് ലംഘിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് എന്നത് കുഞ്ഞു പ്രായം തൊട്ടൊരു വ്യക്തി നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നൊരു ടീനേജ് കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് നന്നായിട്ട് കിട്ടണം. ഒരു പൊതുവിജ്ഞാനം എന്നൊക്കെ പറയുമല്ലോ. ഇനി അടുത്തൊരു കാര്യം സമയമാണ്. നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സമയം. ആ സമയത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാവണം. എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ സമയം. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ദറ്റ് എവർ ഗോഡ് ഹാസ് ടു ബി ഗിവൺ ഈസ് മൈ ടൈം. അതെൻ്റെ സമയമാണ്. ഞാൻ ഈ സമയത്ത് ജീവിക്കുന്നു. അതാണ് എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് മാത്രം നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ആ സമയത്തെ ഒരു വ്യക്തി എങ്ങനെ വിനിയോഗിക്കുന്നു അതനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയം. അതിനെ ഒരു വ്യക്തി നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കണം. എണീക്കുന്ന സമയം, കിടക്കുന്ന സമയം, പ്രാർത്ഥിക്കുന്ന സമയം, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ആ സമയത്തിന് മുമ്പ് ചെയ്തു തീർക്കുക. നമ്മൾ എത്ര പേര് ചെയ്തു തീർക്കുന്നുണ്ട് അല്ലേ? പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ട്.
ഏതെങ്കിലും ഒരു മാസം നമ്മളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ? നന്നായിട്ടൊന്ന് എന്താ പറയണത്, ഒന്ന് നിശ്ചയിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് നമുക്ക് ആ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള ഒരു എഫിഷ്യൻസി നമുക്കുണ്ട്, ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ മടിയരാണ്. ഏൽപ്പിക്കുന്ന കാര്യമോ ചെയ്യത്തില്ല, പ്രോപ്പറായിട്ട് ജോലി ചെയ്യത്തില്ല. ഇനി എപ്പോൾ എണീക്കണം നമുക്കറിയത്തില്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വെയിലടിക്കണം നമ്മളൊക്കെ ഒന്ന് എണീറ്റ് വരണമെങ്കിൽ. എപ്പോഴാണ് കിടക്കണ്ടേ എനിക്കറിയത്തില്ല. എപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അറിയില്ല. എപ്പോഴാണ് ഞാൻ ദൈവത്തോട് ഇരിക്കേണ്ടത് അറിയത്തില്ല. എൻ്റെ സമയം എങ്ങനെയൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്യേണ്ടത് അറിയില്ല. പിന്നെ ആകെ പരാതിയാണ്. ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ സമയമില്ല, മക്കൾക്ക് കൊടുക്കാൻ സമയമില്ല, മാതാപിതാക്കൾക്ക് കൊടുക്കാൻ സമയമില്ല, റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്ന് പോകാൻ സമയമില്ല, ഒന്ന് കളിക്കാൻ സമയമില്ല, ഒന്ന് എക്സസൈസ് ചെയ്യാൻ സമയമില്ല, ഒന്ന് പള്ളിയിൽ പോകാൻ സമയമില്ല, കുർബാന കൂടാൻ സമയമില്ല, ഒന്ന് കുമ്പസാരിക്കാൻ സമയമില്ല, ഒന്ന് ബൈബിൾ വായിക്കാൻ സമയമില്ല. എന്തുവാ ഇത്രമാത്രം തിരക്ക്? രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തിൻ്റെയൊക്കെയോ പുറകെ ഓട്ടമോ. എങ്ങോട്ടായി ഓടുന്നത്? രാവിലെ തൊട്ട് വൈകിട്ട് വരെ പരക്കം പാച്ചിലാണ്. വൈകിട്ടാകുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തിനായി ഓടുന്നത്? എങ്ങോട്ടാണ് ഓടുന്നത്? അല്ല എന്തൊക്കെയാണ് ചെയ്യണത്? എന്നാൽ വല്ല റിസൾട്ട് ഉണ്ടോ? അതുമില്ല, ഒരു റിസൾട്ടും ഇല്ല. അവസാനം കറക്കി കൂടി നോക്കുമ്പോൾ വട്ടപ്പൂജയോ വട്ടക്കൊട്ട വെള്ളം കോരുന്ന പോലെ നമുക്ക് സാലറിയൊക്കെ കിട്ടിക്കഴിയും. ചെയ്ത പണിയൊട്ട് തീർത്തുമില്ല, ചെയ്ത് തീർക്കാനും പറ്റുന്നില്ല, ഒന്നിനൊട്ട് സമയമില്ല. കൊടുക്കേണ്ട സമയം കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട പോലെ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ വല്ലവരും കയറി കൊടുക്കും, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട സമയം ജീവിത പങ്കാളിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ല പിന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. മക്കൾക്ക് കൊടുക്കേണ്ട സമയം മക്കൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ, അത് കൊടുക്കണം. എൻ്റെയൊക്കെ കുഞ്ഞു പിള്ളേരാണ്, ഏറ്റവും ഇളയവന് 3 വയസ്സായിട്ടുള്ളൂ. അവൻ്റെ വിചാരം അപ്പം കളിപ്പാട്ടമാണ്. ആ ഒരു പ്രായത്തിൽ അവൻ്റെ ചിന്ത അതാണ്, അപ്പം കളിപ്പാട്ടമാണ്. അപ്പോൾ അപ്പനെ കുറച്ച് നേരം കളിക്കാനായിട്ട് കിട്ടണം അവന്. എൻ്റെ മൂത്തവനൊക്കെ അവന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, അവനിപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനിടയ്ക്ക് ഒരു ബാറ്റും ബോളും എടുത്തിട്ട് വരും, വന്ന് പറയും അപ്പം എൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ക്രിക്കറ്റ് കളിക്കാവും. ഇത് മതി കുഞ്ഞുങ്ങൾക്ക്. നമുക്ക് അവിടെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ സമയം. ആ സമയത്തെ നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് ഒരു വ്യക്തി പഠിക്കണം. നേരത്തെ എണീറ്റ് നേരത്തെ കിടന്ന്, അങ്ങനെ ഒരു കൾച്ചറൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ പാരമ്പര്യത്തിൽ. അത് പ്രകൃതി ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങണം, പ്രകൃതി എണീക്കുമ്പോൾ നമ്മൾ എണീക്കണം. ഒരു 8 മണി കഴിഞ്ഞ് പക്ഷികളൊക്കെ ചിലയ്ക്കുന്ന പോലെ കേട്ടിട്ടുണ്ടോ നമ്മൾ? അതുങ്ങളൊരു 7-8 മണിയാകുമ്പോൾ കൂട് കയറും. പക്ഷേ വെളുപ്പിന് ഒരു 3 മണി 4 മണിക്കൊക്കെ ചിലയ്ക്കുന്ന കാണാം. ആ സമയത്ത് എണീക്കും. അതായത് റൈറ്റ് ടൈം. ഇങ്ങനെ വാട്സപ്പിലൊരു മെസ്സേജ് വന്നത് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പക്ഷികൾ ഉണരുമ്പോൾ ഉണരുകയും പക്ഷികൾ ഉറങ്ങുമ്പോൾ ഉറങ്ങുകയും ചെയ്യുന്നവർ ജീവിതത്തിൻ്റെ വിജയപ്പടികൾ ചവിട്ടിക്കയറും. അത് ആ ഒരു ടൈമാണ്. വെളുപ്പിന് ഒരു 3 മണി 4 മണി ആ ഒരു സമയത്ത് നമ്മൾ എണീക്കുന്നു, വൈകിട്ട് ഒരു 8 മണി 9 മണിക്ക് കിടക്കുന്നു. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ അനേക നാളത്തെ പരിശ്രമം കൊണ്ട് അങ്ങനെ ഒരു ടൈം പാറ്റേൺ ഞങ്ങൾ ആക്കിയെടുത്തിട്ടുണ്ട്. നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ടൈം പാറ്റേൺ ഒരു ഇച്ചിരി മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇച്ചിരി താമസിച്ച് കിടന്നു കഴിഞ്ഞാൽ വെളുപ്പിനെ എണീക്കാൻ പറ്റത്തില്ല. ഇനി രാവിലെ എണീറ്റ് എല്ലാം റെഡിയായി പള്ളിയിൽ പോവുക, ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിൻ്റെ കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുത്താൽ ദൈവം നമുക്ക് അവൻ്റെ സമയം മാറ്റിവെക്കും. ഇനി അവന് കൊടുക്കാനും സമയമില്ലല്ലോ. ഒന്ന് അവനെ സ്തുതിക്കാൻ സമയമില്ല, ഒന്ന് വചനം വായിക്കാൻ സമയമില്ല. എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീരണം, ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ സമ്പത്ത്. നമ്മുടെ സമ്പത്ത്, നമുക്ക് കിട്ടുന്ന ഇൻകം, സാലറി, ഇനി പാരമ്പര്യമായിട്ടൊക്കെ നമുക്ക് കൈമാറി വരുന്ന സ്വത്ത്, കാര്യങ്ങൾ, ഇതിനെ എങ്ങനെ വിനിയോഗിക്കണം? ഇതും ഒരു വ്യക്തി നന്നായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് കിട്ടുന്ന ഇൻകത്തെ എങ്ങനെ വിനിയോഗിക്കണം? അത് ദൂർത്തടിക്കാനുള്ളതല്ല, അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഒരു 5000 രൂപയും കൊണ്ട് ജീവിക്കാം, അതേ കാര്യം 5 ലക്ഷം രൂപയും കൊണ്ട് ജീവിക്കാം. സെയിം കാര്യം നമുക്ക് നടത്താം. 5000 രൂപ കൊണ്ട് നടത്താൻ പഠിക്കണം. നമ്മളെ തന്നെ നമ്മളങ്ങോട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം.
നമ്മുടെ പർച്ചേസൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമുക്ക് 4 കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം: അത്യാവശ്യ കാര്യങ്ങൾ, ആവശ്യ കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ, ആഡംബര കാര്യങ്ങൾ. ഈ അത്യാവശ്യത്തിലോട്ടൊന്ന് മാറണം. മാറിക്കഴിഞ്ഞാൽ ഈ വേസ്റ്റ് കുറയും, മാലിന്യങ്ങൾ കുറയും, പ്രകൃതിയിലേക്കൊന്ന് വലിച്ചെറിയുന്ന നിരക്ക് കുറയും. പർച്ചേസ് കുറയുമ്പോൾ നമ്മുടെ സമ്പത്ത് മിച്ചം വരാൻ തുടങ്ങും. പർച്ചേസ് കുറയുമ്പോൾ അത്യാവശ്യത്തിലോട്ട് പോകുമ്പോൾ സമ്പത്ത് മിച്ചം വരാൻ തുടങ്ങും. ഞാൻ അനേകർക്ക് കടം കൊടുക്കും. ആ വചനം അവിടെ നിവർത്തിക്കപ്പെടും. ഇറ്റ് ഹാസ് ടു ബി റിട്ടൻ ഇൻ ദ ബൈബിൾ. നിനക്ക് കടം വാങ്ങേണ്ടി വരില്ല, കാരണം നിനക്ക് പൈസ മിച്ചം വരും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പാരിസൺ ആണല്ലോ പുറത്ത്. അയൽവക്കമായിട്ട്, അയൽവാസിയായിട്ട്, നെയ്ബറുമായിട്ട്, റിലേറ്റീവ്സുമായിട്ടൊക്കെ കമ്പാരിസൺ ആണല്ലോ. എന്നിട്ട് അതിനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണല്ലോ. ഒരെണ്ണം വെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ അടുത്ത് വെട്ടിപ്പിടിക്കണമല്ലോ. എന്നിട്ട് വല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഈ വെട്ടിപ്പിടിച്ചിട്ട്? ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളിൽ നിന്ന് ചില സംഭവങ്ങളൊക്കെ ഒഴുകി തുടങ്ങേണ്ടതാണ്. ഇപ്പം ഈ സമ്പത്ത് പോലും ഒഴുകി തുടങ്ങണം. അതിനെ കറൻസി എന്ന് പറയുന്നു. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പോലും ഒഴുകുക എന്ന. അത് അണ കെട്ടുന്ന പോലെ കെട്ടിവെക്കാനുള്ളതല്ല, ഒഴുകി തുടങ്ങേണ്ടതാണ്. അപ്പോഴതൊരു അനുഗ്രഹമായി മാറുന്നത്. അതിനെ പിടിച്ചു വെക്കാനുള്ളതല്ല. സ്നേഹവും അതുപോലെയാണ്, ഒഴുകാനുള്ളതാണ്. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, എന്തോ ഒരു സാധനം എന്നിൽ നിന്ന് ഒഴുകുന്നില്ല. ഞാനത് പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് സ്നേഹമായിരിക്കാം, സമയമായിരിക്കാം, സമ്പത്തായിരിക്കാം. ഞാനിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ അങ്ങോട്ട് തുറന്നു വിടുന്നില്ല. കാരണം ഇത് തുറന്നു വിടണം. ഇത് നദി പോലെ ഒന്ന് ഒഴുകേണ്ടതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഇത് പിടിച്ചു വെക്കാനുള്ളതല്ല. ഒരു വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞു വെച്ചു, നിനക്ക് അത്യാവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ തന്നിട്ടുണ്ട് മോളെ, നീ മനസ്സിലാക്കിക്കണം, അത് നിന്നെ കഴിഞ്ഞും ഇല്ലാത്തവന് വേണ്ടിയുള്ളതാണ്. നിനക്ക് ആഹാരം ദൈവം തന്നിട്ടുണ്ട്, ഇനഫ് തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കണം, അത് നിന്നെ കഴിഞ്ഞും വിശപ്പ് അനുഭവിക്കുന്ന ഒരാൾക്കുള്ളതാ. ഈ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിലല്ലേ നമ്മൾ പകച്ചു നിൽക്കേണ്ടത്? അവസാനം കർത്താവിൻ്റെ മുമ്പിലെത്തുമ്പോൾ, എനിക്ക് വിശന്നു, നീ എനിക്ക് ആഹാരം തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടോ? ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് സന്ദർശിച്ചോ? നീ എന്നെ ശുശ്രൂഷിച്ചോ? അതിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. ഇത് പിടിച്ചു വയ്ക്കാനുള്ളതല്ല, ഇത് ഒഴുകണം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണ കുഞ്ഞു പ്രായം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അതുങ്ങളൊരു ടീനേജൊക്കെ കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒരു 5 കാര്യങ്ങളെക്കുറിച്ചെങ്കിലും വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. 1, നമ്മുടെ ശരീരം. 2, നമ്മുടെ ചുറ്റുപാട്, പ്രകൃതി. 3, നിയമങ്ങൾ, വ്യവസ്ഥകൾ. 4, നമുക്ക് തന്നിരിക്കുന്ന സമയം, അതിനെ എങ്ങനെ വിനിയോഗിക്കാം. 5, നമ്മുടെ സമ്പാദ്യം, ഒരു മണി മാനേജ്മെൻറ്റ്, അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാവണം. എൻ്റെ അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യൻസ് 2:10. എന്നാൽ ദൈവം നമുക്കിതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരും, എല്ലാം കാണിച്ചു തരും. ഇറ്റ് ഹാസ് ടു ബി റിട്ടൻ ഇൻ ദ ബൈബിൾ. എവിടേക്കാണ് എഴുതിയിരിക്കുന്നത് അവൻ കാണിച്ചു തരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം 16-ാം വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. ഇത് കണ്ടുപിടിച്ച് വായിക്കണം, തെരഞ്ഞു പിടിക്കണം. ഇത് അതിനാ ദൈവം നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത്. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടുപിടിച്ച് വായിക്കണം. ഇവയിലൊന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയുണ്ടാകാതിരിക്കില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ ആദരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ആദരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അതെല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇത് നമുക്ക് കാണിച്ചു തരും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജമാക്കിയിരിക്കുന്നവ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റണം, എൻ്റെ കാതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റണം, എൻ്റെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റണം. അങ്ങനെ ഇതിൽ എഴുതിയിരിക്കുന്ന സകല അനുഗ്രഹ വചനങ്ങളുടെയും മീതെ നമ്മൾ നിൽക്കണം. ആ അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് അനുഭവിക്കണം. അത് അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ണ് തുറക്കാം വചനത്തിലേക്ക്, കാത് കൂർപ്പിക്കാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ.
അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് തിട്ടപ്പെടുത്താം, മുമ്പോട്ട് പോകാം. നമ്മുടെ ജീവിതം, മുമ്പോട്ടുള്ള ജീവിതം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ധന്യമായ ഒരു ജീവിതമാവട്ടെ. ആമേൻ.